അവിടെ കുറേ കാളകളെ കാണാൻ സാധിക്കുന്നുണ്ട്. കൊമ്പിലൊക്കെ തന്നെ പല വിധത്തിലുള്ള റിബണുകളൊക്കെ തന്നെ കെട്ടി കാണുന്നുണ്ട്. ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഞങ്ങളിങ്ങനെ ചിന്തിച്ചത് കാളക്കെന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഏതായാലും ഞങ്ങൾ കാളപ്പറമ്പിലൊക്കെ ഒന്ന് പോയി കറങ്ങിയെടുക്കാം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ആ സമയത്താണ് ഇവിടെ ബദാം മിൽക്ക് കൊണ്ടുള്ള ആറാട്ടൊക്കെ വിൽക്കുന്ന ഒരു കട കാണാൻ സാധിച്ചത്. എന്തായാലും ഇവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു രീതി. ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് എന്നാണ് വിലയിരുത്താൻ സാധിച്ചത്. മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ ആ ഒരു കൾച്ചറിനോട് അല്ലെങ്കിൽ ആ ഒരു ചന്തയിലൊക്കെ കാണുന്ന കൾച്ചറിനോട് സാമ്യമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു കളറിലും മറ്റുമുള്ള മാറ്റം തന്നെയാണ്. എല്ലാവരും തോർത്തുണ്ടൊക്കെ എടുത്ത് തലയിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തോളത്തൊക്കെ ഇട്ടിട്ടതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇനി ചന്തപ്പറമ്പ് കണ്ടിട്ടാകാം ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലുള്ള യന്ത്ര ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഉച്ച നേരത്താണ് ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഉത്സവത്തിൻ്റെ ആരവം കൂടുക എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അവിടെ വത്തക്ക വെള്ളം വിൽക്കുകയാണ് എങ്കിൽ ഇവിടെ വത്തക്ക പീസാക്കിയിട്ട് കൊടുക്കുന്നതും പീസാക്കിയത് കഷ്ണമാക്കിയിട്ട് പ്ലേറ്റിലിട്ടിട്ടാണ് കൊടുക്കുന്നതൊക്കെ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടാറ്റു അടിക്കാനായിട്ടുള്ള ഒരു സ്പേസാണ്. ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വണ്ടി, ഒരു ചക്രമുള്ള സാധനമുണ്ട് എങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെടാം, വരുമാന മാർഗത്തിനെ അത് ഉപയോഗിക്കാം എന്നൊക്കെ ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നല്ല പുഷ്പം പോലത്തെ ജിലേബി റെഡ് കളറിൽ ഇങ്ങോട്ട് കുതിർത്തിട്ടുണ്ട്. ഇത് തീരെ ഇല്ലാത്ത പ്രദേശമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തുറന്നിട്ടതായിട്ട് കാണുന്നുണ്ട്. ജിലേബിയൊക്കെ തന്നെ തനതായ ആ ഒരു റെഡ് കളറിൽ തന്നെ ഉള്ളത് കൊണ്ട് കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. അങ്ങനെ മുന്നിലേക്ക് കുറച്ച് നടന്നപ്പോൾ ഇതുപോലെ ഫാൻസി ഐറ്റംസിന് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തൊരു ഏരിയയും കാണാൻ സാധിക്കുന്നുണ്ട്. ലഡുവിൻ്റെ ഒക്കെ വലിപ്പം കണ്ട് നെട്ടിയ ദിവസമാണ്. അങ്ങനെ ക്ഷേത്രത്തിനോട് അടുത്തായിട്ട് ഇതുപോലെ തേങ്ങ പൊട്ടിക്കാനായിട്ട് ഏരിയ, തേങ്ങ വിൽക്കുന്ന ആളുകൾ, ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നതായിട്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഒരു കുളിർമ അനുഭവപ്പെട്ടത്. അപ്പോൾ മേലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പന്തലാണ് കാണാൻ സാധിച്ചത്, ശീലയിലുള്ള പന്തൽ. അങ്ങനെ ഇവിടെ തേങ്ങ പൊട്ടിച്ചതെല്ലാം തന്നെ ഒരു ചാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ ഒരാൾ തേങ്ങ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ കൊടുത്തു. പിന്നീട് അതിൽ നിന്നും വെള്ളം കുടിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അപ്പോഴാണ് ക്ഷേത്രം ചുറ്റുന്ന വരവുകാരെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ ചെണ്ട ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. വരവുകാരെ കൂടെയുള്ള ആളുകളാണ് എന്ന് തോന്നുന്നുണ്ട് പിന്നിൽ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ സൂചി കുത്താൻ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ആളുകളെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള വർണ്ണ നിറങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള ഒരു കൊച്ചു ക്ഷേത്രം. വിവിധ ദേവീ ദേവന്മാരുടെ പടങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ കൊത്തിവെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ടാണ് മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ലഡു, ജിലേബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത്. റെഡ് കളറും മഞ്ഞ കളറും വെള്ള കളറും ഒക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കുളിർന്ന മധുരപലഹാരങ്ങൾ അതിങ്ങനെ കാണാനും കണ്ടു നിൽക്കാനും വളരെയധികം രസകരമാണ്. പൊടി തീരെ കുറവാണ് ഇവിടെ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ശർക്കരയിലുള്ള ജിലേബിയൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഇതുപോലെയുള്ള ആരവങ്ങളോട് കൂടിയിട്ടുള്ള വരവുകാരെ കാണുകയാണ്. ചെണ്ടവാദ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പോലീസ് അകമ്പടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുന്നിലായിട്ട് പോലീസ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. മെയിൻ റോഡാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ബ്ലോക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമ്മുടെ വൈരങ്കോട് വേലയെ പോലെയാണ് തോന്നിയത്. അവിടെ കാളയാണെങ്കിൽ ഇവിടെ വണ്ടികളാണ് അലങ്കരിച്ച് കൊണ്ടുവരുന്നത്. കൊട്ടവണ്ടി, അതുപോലെ ഇതുപോലത്തെ ഓട്ടോകൾ, കാളവണ്ടി, പിന്നീട് ട്രാക്ടറുകൾ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികളിലാണ് അലങ്കാരപ്പണികൾ എടുത്തിട്ട് ഇവരിങ്ങനെ വരുന്നത്. അങ്ങനെ ഇതിൻ്റെ ചുറ്റുപാട് നടക്കുമ്പോൾ പല വിധത്തിലുള്ള കച്ചവടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം കൗതുകത്തോട് കൂടിയിട്ടാണ് ഗ്രാമീണർ ഈ കച്ചവടത്തെ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ തന്നെ പല സാധനങ്ങൾക്കും വേണ്ടിയിട്ട് തിരക്ക് കൂടുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. മന്ത്രിയോ MLA യോ ആരോ ആണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ച് അടുത്തൊരു ട്രാക്ടറാണ് വന്നുകൊണ്ടിരിക്കുന്നത്.